السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمدك يا من أوضحت لنا سبل الهداية وأوزعت عن بصائرنا غسوة الغبايا، ونصلي ونسلم على من أرسلت إلينا شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإلى مدين أخاهم شعيبا قال يا قوم اعبدوا الله ما لكم من إله غيره. ഏറെ ബഹുമാനമുള്ള വേദിയിലും ഈ മഹത്തായ മജ്ലിസിലും സംഗമിച്ചിട്ടുള്ള നല്ലവരായ സഹോദരി സഹോദരന്മാരെ, ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചിട്ടുള്ള ബഹുമാന്യരെ, ഈ പ്രോഗ്രാമിനെ അടുത്തു നിന്നും അകലിൽ നിന്നും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അവനേറെ ഇഷ്ടപ്പെടുന്ന അനുഗ്രഹീതമായൊരു സദസ്സിലാണ് നമ്മളെല്ലാവരും സന്നിഹിതരായിട്ടുള്ളത്. ഈ ഒരു മഹത്തായ സദസ്സിനെ നമുക്ക് വേണ്ടി അനുകൂലമാക്കിയ റഹ്മാനായ റബ്ബിനെ ആത്മാർത്ഥമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ അവ്വലൻ വ ആഖിറ. നമ്മുടെ ഈ പ്രോഗ്രാമിൽ നിന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനനായ ഷാഫി സുബാഹിയാണ്. നേരത്തെ തന്നെ അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഈ പയ്യങ്ങി പ്രദേശത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രോഗ്രാം ആദ്യമായിട്ടൊന്നുമല്ല നടക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കൊണ്ടുള്ള ഉദ്ദേശം ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ആരെയെങ്കിലും കാഫറാക്കാനോ മുശ്രിക്കാക്കാനോ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താക്കുവാനോ വേണ്ടിയല്ല ഞങ്ങളിവിടെ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. മനസ്സിലാക്കിയ ഹക്കിനെ ജനങ്ങളോട് തുറന്നു പറയുവാനും ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം എന്നുള്ള ഒരു വിശാലമായ മനസ്സോടുകൂടി തന്നെയാണ് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരിക്കൽ കൂടി സംഗമിക്കാൻ ഈ ഒരു അവസരത്തെ അള്ളാഹു നമുക്ക് നൽകി എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ, പബ്ലിക് പ്രോഗ്രാമുകൾ, പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ദഅവ മേഖലകളാണ്. ഇവിടെ കാര്യമായി പ്രമാണബദ്ധമായി ഞങ്ങൾക്ക് സ്ഥാപിക്കാനുള്ളത് ഞങ്ങളുടെ പോസ്റ്ററുകളിലും അനൗൺസ്മെന്റുകളിലും
ഈ പ്രോഗ്രാമിന്റെ സദസ്സിൽ ബാക്കിൽ തൂക്കിയിട്ടുള്ള ഫ്ലക്സിലുമൊക്കെ ഞങ്ങൾ എഴുതിയ വിശ്വാസരംഗത്തെ ചൂഷണങ്ങൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിക്കാനുള്ളത്. നമുക്ക് അഭയം തേടുവാനും നമുക്ക് പ്രാർത്ഥിക്കുവാനും ആരാധനകൾ സമർപ്പിക്കുവാനും ജീവിതത്തിന്റെ ആവലാദികളും വേവലാദികളും സമർപ്പിക്കുവാനും താങ്ങായി തണലായി നമുക്ക് നമ്മുടെ റബ്ബ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന മഹാസത്യത്തെ സ്ഥാപിക്കുക. ആ റബ്ബിൽ ഒന്നിനെയും ശിർക്ക് ചെയ്യാതെ വിശ്വസിക്കുക. ഇതാണ് ഞങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ പ്രമാണബദ്ധമായി സ്ഥാപിക്കാനുള്ളത്. ഇത് മുജാഹിദ് പ്രസ്ഥാനം പുതുതായി കൊണ്ടുവന്ന ഒരു വാദമല്ല. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ അവരുടെ സമൂഹത്തെ കൃത്യമായി ഉത്ബോധിപ്പിച്ച കാര്യമാണ് ഞാനിവിടെ കേൾപ്പിച്ചത്. ഈ ഒരു വാദത്തോട് എതിര് പ്രവർത്തിക്കുക, ഇതിന് തലതിരിഞ്ഞു നിൽക്കുക, ഇതിന് മറുപടികളായി വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പ്രവാചകന്മാരെ പഠിപ്പിച്ച ആ യഥാർത്ഥ വഴിക്ക് എതിര് നിൽക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ അഖിലം സമൂഹത്തോട് പറഞ്ഞ മഹായാഥാർത്ഥ്യമാണ് കേവലം അല്ലാഹുവിന്റെ അടിമ എന്നുള്ള നിലക്ക് ആരാധനകളെല്ലാം അവന്റെ മുന്നിൽ മാത്രം സമർപ്പിക്കുക എന്നുള്ളത്. മദിയൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അല്ലാഹു നിയോഗിച്ച പ്രവാചകനാണ് ഷുഐബ് നബി അലൈഹിസ്സലാം. ഷുഐബ് നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറഞ്ഞ ഞങ്ങളിവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ആ വിഷയം സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ആ മഹാനായ പ്രവാചകൻ പറഞ്ഞു വെച്ച വാക്കാണ്. സൂറത്ത് ഹൂദ് വായിക്കുമ്പോൾ അതിന്റെ 84 നമുക്ക് കാണാം. വഇലാ മദിയന അഖാഹും ശുഐബൻ. മദിയൻ പ്രദേശത്തേക്ക് അവരുടെ സഹോദരൻ എന്നാണ് അല്ലാഹു പ്രയോഗിച്ചത്. ശുഐബിനെ നാം നിയോഗിക്കുകയുണ്ടായി. ആ പ്രവാചകൻ ആ സമൂഹത്തോട് സ്നേഹത്തോടു കൂടി പറഞ്ഞത്, ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അത്രയും നസീഹത്ത് മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ആളായിരിക്കും. ആ പ്രവാചകൻ സമൂഹത്തോട് പറഞ്ഞത് യാ ഖൗമി ഉബ്ദുല്ലാഹ്, സമൂഹമേ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണേ എന്നാണ്. കേവലം ആരാധനയല്ല, അല്ലാഹുവിന്റെ മുന്നിൽ മാത്രം ആരാധനകൾ സമർപ്പിക്കുക. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ നിങ്ങൾക്ക് ആരാധ്യനായി മറ്റാരുമില്ല എന്നാണ് ശുഐബ് നബിയെ പോലെയുള്ള പ്രവാചകന്മാർ അഖിലം തന്റെ സമൂഹത്തോട് ഉത്ബോധിപ്പിച്ചത്. ഇത് ഹൂദ് നബി പറഞ്ഞിട്ടുണ്ട് ഇതേ പ്രയോഗം. നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ദഅവത്തിന്റെ കാലയളവ് മാത്രം ആ പ്രവാചകൻ സമൂഹത്തോട് അത്രയും കാലം പറഞ്ഞ യാഥാർത്ഥ്യമാണ് യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. സമൂഹമേ നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവനല്ലാതെ ആരാധ്യനില്ല എന്ന് സമൂഹത്തെ ഉത്ബോധിപ്പിച്ച പ്രവാചകനാണ് അദ്ദേഹം. ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരുടെയും പ്രഖ്യാപനം. എന്നാൽ ഈ ഒരു മഹായാഥാർത്ഥ്യത്തിനെതിരെ ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ ചില പണ്ഡിത വേഷധാരികളായ ആളുകൾ നിലകൊള്ളുന്നു എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞിട്ടില്ല എങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളൊക്കെ ആ വിഷയത്തിൽ ഉത്ബുദ്ധരാണ്. ലോകം നിയന്ത്രിക്കുന്നത് വരെ അള്ളാഹുവിന്റെ കേവലം ചില അടിമകളാണെന്ന് പറയുന്ന, കിതാബോധിയവരാണെന്ന് പറയുന്ന പണ്ഡിതന്മാർ അത് പറയുമ്പോ എവിടുന്ന് വിളിച്ചാലും നമ്മുടെ വിളികൾ കേൾക്കാൻ കഴിയുന്ന, സഹായിക്കാൻ കഴിയുന്ന, നമ്മളെ കാണുന്ന കേൾക്കുന്ന അതേ ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരുമാണ് അള്ളാഹുവിന്റെ സൃഷ്ടികൾ എന്ന് വാദിക്കുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ ഇത് പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയാദർശങ്ങൾക്ക് 100% എതിരാണ് എന്ന് ഖുർആനിന്റെ ഹദീസിന്റെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് സ്ഥാപിക്കാനാണ് ഈ പ്രോഗ്രാം. തെറ്റിദ്ധരിച്ച ആളുകളുടെ തെറ്റിദ്ധാരണ തീർത്തു കൊടുക്കാനാണ് ഈ പ്രോഗ്രാം.
അള്ളാഹുവിന്റെ മഹാന്മാരോടും അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും ഏത് സമയത്തും ഏത് വിഷയവും, അത് ദുന്യവിയായ വിഷയമാകട്ടെ ഉഖറവിയായ വിഷയമാകട്ടെ, എല്ലാ വിഷയങ്ങളും അവന്റെ പടപ്പുകളോട് ചോദിക്കാമെന്ന് പറയുന്ന, പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന പണ്ഡിത വേഷധാരികൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം. അതിനുവേണ്ടി അവർ ഒരുപാട് വേദികൾ ഈ കേരളക്കരയിൽ കെട്ടുന്നു. അതിനുവേണ്ടി അവർ കിതാബുകൾ എഴുതുന്നു. അതിനുവേണ്ടി പള്ളികൾ സ്ഥാപിക്കുന്നു. അതിനുവേണ്ടി ഒരുപാട് മണിക്കൂറുകളും സമ്പത്തുമൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ഒരു യഥാർത്ഥ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഹക്ക് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വേദനാജനകമായ കാര്യമാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഖുർആനിന്റെയോ സുന്നത്തിന്റെയോ ഇസ്ലാമിന്റെയോ അഹ്ലുസുന്നയുടെയോ ആ അഹ്ലുസുന്നയുടെ വഴിയിലുള്ള പണ്ഡിതന്മാരുടെയോ ആശയമാണോ? അല്ല എന്ന് മാത്രമല്ല, ഇത് ശിആ പാരമ്പര്യത്തിൽ നിന്ന് കടന്നു വന്ന വാദങ്ങളാണ് എന്ന് കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ജൂത പാരമ്പര്യമാണ് ഇന്ന് ഈ ഉമ്മത്തിൽ ചില ആളുകൾ അറിഞ്ഞും അറിയാതെയും പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകന്മാർ ഈ സമൂഹത്തോട് പഠിപ്പിച്ച യഥാർത്ഥ തൗഹീദ് എന്താണോ, ആ തൗഹീദിന് നേരെ എതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അത്തരം ചില ആളുകൾ അജണ്ടയായി സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. കേരളത്തിൽ സമസ്ത വിഭാഗത്തിൽപ്പെട്ട ഒരു പണ്ഡിതന്റെ സംസാരം ഇപ്പോഴും നമ്മൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. സമസ്ത രൂപീകരിച്ചത് തന്നെ മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കാനാണ് എന്നാണ് പറയുന്നത്. ഏത് വിളി? ശൈഖ് ജീലാനി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മളൊക്കെ പരസ്പരം വിളിക്കുന്ന വിളിക്കാനാണോ? അല്ല. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് ഭൗതികമായി ഒരു വഴികളും സ്വീകരിക്കാതെ, ഒരു മാർഗങ്ങളുമില്ലാതെ ലോകത്തിന്റെ ഏത് കോണിൽ വെച്ചുകൊണ്ടും ശൈഖിനെ വിളിക്കാം. ദുനിയാവിയായ കാര്യങ്ങളും ഉഖറവിയായ കാര്യങ്ങളും അദ്ദേഹത്തോട് തേടാം. അതിനു വേണ്ടിയിട്ടാണ് ഈ സമസ്ത രൂപീകരിച്ചത് എന്നാണ് ഒരു പണ്ഡിതന്റെ പ്രസംഗം. നിഷേധിക്കാൻ കഴിയോ? ഇങ്ങനെ അള്ളാഹുവിന്റെ ഏതെങ്കിലും പടപ്പിലേക്ക് ജനങ്ങളെ വിളിച്ചൊരു പ്രവാചകനുണ്ടോ? വിശുദ്ധ ഖുർആനിന്റെ 6000 ചില്ലാനം വചനങ്ങളിൽ അതിന് മാതൃകയുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ അതിന് മാതൃകയുണ്ടോ? എവിടെയും കാണുക സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച കൂട്ടായ്മക്ക് പേർത്തും സമൂഹത്തോട് പറയേണ്ടി വരുന്നത്, ഇത് അഹ്ലുസുന്നയുടെ വഴിയല്ല, ഇത് ഖുർആനിന്റെ വഴിയല്ല, ഇത് സുന്നത്തിന്റെ വഴിയല്ല, ഇത് ഇസ്ലാമിന്റെ ശത്രുക്കളായ, ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് വിദൂരതകളിലേക്ക് എറിയപ്പെട്ട ശിആക്കളുടെ വഴിയാണ്. അത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതായിരുന്നു അത്തരം ചില ആളുകളുടെ കേരളത്തിലെ പ്രഭാഷണങ്ങളും അവരുടെ വേദികളും അവരുടെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന ആശയങ്ങളും അവരുടെ പുസ്തകങ്ങളിലും നമ്മൾ ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പ്രമാണത്തിന് വിരുദ്ധമാണ് എന്ന് പണ്ഡിത വേഷധാരികളായ ആളുകൾക്ക് അറിയാമെങ്കിലും പാവപ്പെട്ട സമൂഹത്തിന്റെ മുന്നിൽ അവർ ഉറക്കെ അതേ വായിക്കുകയും പ്രസംഗിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളാകുന്നു സ്വഹാബത്തിന്റെ വഴിയിൽ, ഞങ്ങളാകുന്നു ഖുർആനിന്റെ വഴിയിൽ, ഞങ്ങളാകുന്നു സുന്നത്തിന്റെ വഴിയിൽ, ഞങ്ങളാകുന്നു അഹ്ലുസുന്നത്തിന്റെ വഴിയിൽ എന്നാണ് അത്തരം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് കൃത്യമായി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നാൽ അവർക്ക് പ്രമാണബദ്ധമായി സ്ഥാപിക്കാൻ അത് കഴിയുമോ? ഒരിക്കലുമില്ല. ഇത്രയും വർഷമായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ സ്വഹാബത്ത് ചെയ്ത് കാണിച്ചു തന്ന വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ് എന്ന് അത് പ്രസംഗിക്കുന്ന പണ്ഡിതന്റെ മനസ്സിൽ തട്ടിപ്പറയാൻ അദ്ദേഹത്തിന് കഴിയോ? ഇല്ല എന്നാണ് അതിനെക്കുറിച്ച് സത്യം മനസ്സിലാക്കിയവർക്ക് പറയാൻ കഴിയുക. കാരണം അത് പറയുന്ന ആളുടെ മനസ്സാക്ഷി പറയുന്നുണ്ട്, ഒരു 100,000 വട്ടം പറയുന്നുണ്ട്, ഈ പറയുന്നത് ആത്മാർത്ഥമല്ല, സ്വഹാബത്തിന്റെ വഴിയിലാണ് ഞങ്ങൾ, അഹ്ലുസുന്നയുടെ വഴിയിലാണ് ഞങ്ങൾ എന്ന് അത് പ്രസംഗിക്കുന്ന ആൾക്കും അത് പറയാൻ കഴിയില്ല. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, മനസ്സ് വായിച്ചതല്ല, പഠിച്ച നമുക്ക് മനസ്സിലാവും. ഇന്ന് നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആണ്ടുകൾ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അടിയന്തരങ്ങൾ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചാവടിയന്തരങ്ങൾ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മാലകളും മൗലിദുകളും, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ടവരും അല്ലാത്തവരും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന റാത്തീബുകൾ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ചില സ്വലാത്തുകൾ ചൊല്ലുന്നു. ആ സ്വലാത്തുകൾ, അതിന്റെ മജ്ലിസുകൾ, ഖുതുബിയത്തുകൾ, ഇതിനൊക്കെ എത്രയാണ് പാരമ്പര്യമുള്ളത്? ഇത് ചോദിക്കാനാണ് ഈ വേദി.
ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിന്റെ അന്തരാളങ്ങളിൽ ആഴ്ന്നിറങ്ങി ഇന്ന് രാത്രി നിങ്ങൾ കിടന്നുറങ്ങുമ്പോ ചിന്തിക്കാനാണ് ഈ വേദി കെട്ടിയിട്ടുള്ളത്. എവിടെയെങ്കിലും ഒരു സ്പാർക്ക് കത്തിയാൽ അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ കോടതിയിൽ ഞങ്ങളിത് എത്തിച്ചു തന്നു എന്നുള്ളൊരു ആത്മനിർവൃതിക്ക് വേണ്ടി കൂടിയാണ് ഈ ഹക്കിനെ ഞങ്ങൾ ഈ പയ്യങ്കി പ്രദേശത്ത് ദിനങ്ങളോളം പ്രയത്നിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ നിങ്ങളെ കാഫറുകളാക്കിയിട്ടോ മുശ്രിക്കുകളാക്കിയിട്ടോ ഷിയാ പാരമ്പര്യത്തിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയിട്ടോ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താക്കിയിട്ടോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഇവിടെ നേടാനില്ല. അത് മനസ്സിൽ തട്ടിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. എത്രത്തോളം ഒരു കുട്ടി ജനിച്ചത് മുതൽ അവിടുന്ന് അങ്ങോട്ട് ആ കുട്ടി വളർന്നു വലുതായി മരണം വരെ ആ കുട്ടിയുടെ ജീവിത ഒരു മനുഷ്യന്റെ ജീവിതത്തിലുടനീളം സമൂഹത്തിൽ ഇന്ന് അതെ വളരെ വ്യാപകമായി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലകൊള്ളുന്നു എന്നുള്ളത് ഒരു മഹാസത്യമല്ലേ? ഖുർആനാകുന്ന അളവുകോലുകൊണ്ട് സുന്നത്താകുന്ന അളവുകോലുകൊണ്ട് അളന്നു നോക്കിയാൽ ആ അളവുകോലിന്റെ പുറത്തുള്ള എത്രയോ ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ് ഖൈറു ഉമ്മത്തി എന്നറിയപ്പെടുന്ന ഈ ഉമ്മത്തിലെ പല ആളുകളും കൊണ്ടു നടക്കുന്നത്, അറിഞ്ഞും അറിയാതെയും. അത് മാലകളായി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൗലിദുകളായി, ഹദ്ദാദുകളായി, റാത്തീബുകളായി, പക്ഷിപ്പാട്ടുകളായി, കുപ്പിപ്പാട്ടുകളായി സമൂഹത്തിൽ നിന്ന് നിലനിൽക്കുകയാണ്. ഞാനതാ പറഞ്ഞത്, ഇതൊക്കെ പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ളതാണെന്ന് ആത്മാർത്ഥമായി പറയാൻ ഒരു സമസ്ത പണ്ഡിതന് കഴിയില്ല എന്നുള്ളത് 100-ൽ 110% ഉറപ്പാണ്. സ്വഹാബത്തിലേക്ക് ആ പാരമ്പര്യം എത്തിക്കാൻ അവർക്ക് കഴിയില്ല. അബൂബക്കർ തങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയില്ല, ഉമർ തങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അവിടെ നിന്നോട്ട് ലക്ഷോപലക്ഷം സ്വഹാബികളിലേക്ക്, ആ സ്വഹാബികളെ ജീവിതം കണ്ട് അതേപോലെ ജീവിച്ച താബിഈങ്ങളിലേക്ക്, ആ താബിഈങ്ങളെ ജീവിതം കണ്ടുപിടിച്ച തബഉ താബിഈങ്ങളിലേക്ക് ഈ പറയപ്പെട്ട ഹദ്ദാദുകളും റാത്തീബുകളും മാലകളും മൗലീദുകളും അതുപോലെ തന്നെ അടിയന്തരങ്ങളും ചാവടിയന്തരങ്ങളും കണ്ണൂക്കുകളും റാത്തീബുകളും മൗലീദുകളും കൊണ്ടുപോയി കെട്ടാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന കാര്യമാണ്. ഞാൻ സംസാരത്തിൽ അവസാനമായിട്ട് പറഞ്ഞത്, ആത്മാർത്ഥമായിക്കൊണ്ട് ഇത് കൊണ്ടു നടക്കുന്ന പണ്ഡിതന്മാർക്ക് ആർക്കും തന്നെ ഇത് പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ളതാണെന്ന് പറയാൻ കഴിയില്ല എന്നാണ്. അത് കൃത്യമായിട്ട് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇന്ന് സമസ്തക്കാരും മുജാഹിദുകളും തമ്മിൽ തർക്കമുള്ള വിഷയം ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതിയിട്ട് ആ വിഷയങ്ങൾ പ്രവാചകന്റെ കാലത്തേക്ക് മുട്ടിക്കാൻ പറഞ്ഞാൽ 90% പ്രശ്നങ്ങളും അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കിയാൽ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരും. നേരെ മറിച്ച് കിതാബിലുണ്ടല്ലോ എന്നുള്ള വാദവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകണതെങ്കിലും വലതുഭാഗത്ത് നിന്ന് ഇടതുഭാഗത്തേക്ക് എഴുതുന്ന കിതാബിൽ എഴുതിയതൊക്കെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രമാണമാണോ? അല്ല. ഏത് വിഷയങ്ങളും നമുക്ക് പ്രമാണമാകുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിടയിൽ മതപരമായ വിഷയത്തിൽ തർക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ തർക്കങ്ങളെ നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുകയാണ് എങ്കിൽ അതാകുന്നു നിങ്ങൾക്ക് ഖൈർ എന്ന് പ്രപഞ്ചനാഥന്റെ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിലൂടെ നമ്മൾ ഓരോ കാര്യങ്ങളും പരിശോധിച്ചു നോക്കുകയാണ് എങ്കിൽ ഈ നാട്ടിലുള്ള പയ്യങ്കി പ്രദേശത്ത് ആത്മാർത്ഥമായി മനസ്സിൽ തട്ടിയിട്ട് ഞാൻ പറയാണ്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സമസ്തക്കാരിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഈ നാട്ടിൽ പല ആളുകളും ഗൾഫിൽ ജോലി കിട്ടാനും അതുപോലെ തന്നെ ജീവിതത്തിൽ അഭിവൃദ്ധികൾ ഉണ്ടാകാനും കച്ചവടത്തിൽ ലാഭങ്ങൾ ഉണ്ടാകാനും ഇന്ന് മുസ്ലിയാക്കന്മാരെ വിളിച്ചുകൊണ്ട് വീട്ടിൽ ചൊല്ലുന്ന ഒരു കിതാബാണ് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരിലുള്ള കുത്തുബിയ്യത്ത്. കുത്തുബിയ്യത്തിന് പാറന്നൂർ PP മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ ഒരു വ്യാഖ്യാനം കൂടി എഴുതിയിട്ടുണ്ട്. അതിന് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് 100-ൽ 100% ഘടകവിരുദ്ധമായ വരികളാണ് അതിലധികമുള്ളത്. ചില വരികളെങ്കിലും മക്കയിലെ മുശ്രിക്കുകളെ വരെ വെല്ലുന്ന വാദങ്ങളാണ് അതിലുള്ളത്. യാ ഖുതുബ അഹ്ലി സമാ വല്ലർളി ഗൗസഹുമാ യാ ഫൈല ഐനൈ വുജൂദൈഹിം ഗൈസഹുമാ എന്നാണ് പറയുന്നത്. മഴ പെയ്യിപ്പിക്കുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്നുണ്ടതിൽ, അരുവിയൊഴുക്കുന്ന ഷെയ്ഖ് എന്ന് പറയുന്നുണ്ടതിൽ. നോക്കൂ നിങ്ങൾ, മഴ പെയ്യിപ്പിക്കുന്നത് ഒരു ഔലിയയുടെ ഡ്യൂട്ടിയാണോ? അരുവിയൊഴുക്കുന്നത് ഔലിയയുടെ ഡ്യൂട്ടിയാണോ? മക്കയിലെ പക്കാ മുശ്രിക്കായ അബൂജഹൽ അടക്കം പറഞ്ഞിരുന്നത് എന്താണ്? ആരാണ് ആകാശത്തിന്റെ വിരിമാറിൽ നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ആ പ്രഖ്യാപനത്തിന് വരെ ഘടകവിരുദ്ധമായ ആശയങ്ങളല്ലേ ഇത് പറയുമ്പോ ചിലരെന്താ പറയാറിയോ?
അത് നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ് മൗലവി, അത് ഷെയ്ഖ് ജീലാനിക്ക് അല്ലാഹു കൊടുത്ത കഴിവാണ്. ആര് പറഞ്ഞു നിന്നോട്? അങ്ങനെ ഒരു കഴിവ് ഔലിയാക്കന്മാർക്ക് അമ്പിയാക്കന്മാർക്ക് കൊടുത്തു എന്ന് പ്രമാണബദ്ധമായി സ്ഥാപിക്കാൻ ആർക്ക് കഴിയും? ലാത്തയോട് തേടിയ, ഉസ്സയോട് തേടിയ, മനാത്തയോട് തേടിയ, മക്കയിലേക്ക്, അറേബ്യയുടെ മണ്ണിലേക്ക്, കഅബയുടെ അടുക്കലേക്ക് ആദ്യമായി പേറി ഷാമിന്റെ മണ്ണിൽ നിന്ന് കച്ചവട സംഘം കൊണ്ടുവന്ന ആദ്യത്തെ ബിംബമാണ് ഹുബുൽ. ആ ഹുബുൽ മുതൽ 300 ചില്ലാനം ബിംബങ്ങൾ വരെ കഅബയുടെ ഉള്ളിലും പുറത്തുമായി നാട്ടിവെച്ചുകൊണ്ട് അവരോട് തേടിയിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത് അവരൊക്കെ റബ്ബ് കൊടുത്ത കഴിവിൽ നിന്ന് തന്നെയാണ് തേടുന്നത് എന്നാണ്. ലാത്തക്കും ഉസ്സക്കും സ്വയം കഴിവുണ്ട് എന്ന് അവർ വാദിച്ചിട്ടില്ല. ഇതൊക്കെ പറയുമ്പോൾ ഒരു മറുപടിയായി വരുന്ന ഉസ്താദന്മാർ പറയാറുള്ളത് അവരൊക്കെ അവരുടെ ആരാധ്യന്മാരെ ഇലാഹാക്കി എന്നാണ്. അവരൊക്കെ ആരാധ്യന്മാരെ ഇലാഹാക്കി എന്നാണ്. എന്നിട്ട് അതിന് തെളിവായി ഓതാറുള്ള ആയത്തേതാണ് അജഅലല്ലാലിഹത ഇലാഹം വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഈ മുഹമ്മദ് എന്തൊരു പണിയാണ് ചെയ്യുന്നത്? എല്ലാ ആരാധ്യന്മാരെയും ഒറ്റ ആരാധ്യനാക്കി മാറ്റിയോ എന്നാണ്. ഇലാഹി എന്നുള്ള പേരിട്ടാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ. അതെവിടെയാണ് താരീഫുള്ളത്? എന്റെ സഹോദര, എന്റെ സഹോദരി, റബ്ബിന് കൊടുക്കേണ്ട ആരാധനകൾ നീ എന്ത് ഡെഫിനിഷൻ വെച്ചല്ലാത്തവരോട് ചോദിച്ചാലും ആ വിഷയത്തിൽ നീ അവരെ ഇലാഹാക്കി എന്നാണ്. മക്കയിലെ മുശ്രിക്കുകൾ അവർ ആരാധ്യന്മാരെ ഇലാഹ് എന്ന് വിളിച്ചത് അല്ലാഹുവിനെ പോലത്തെ ഇലാഹ് എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് ആകാശത്തിന്റെ താഴെ ഒരു കിതാബ് കൊണ്ടും തെളിയിക്കാൻ ആർക്കും കഴിയില്ല. വെല്ലുവിളിക്കണം. അവർ ഇലാഹി എന്ന് ലാത്തയെ പേരിട്ട് വിളിച്ചത്, ഇബ്രാഹിം നബിയെ ഇലാഹി എന്ന് വിളിച്ചത്, ഉസ്സയെ ഇലാഹി എന്ന് വിളിച്ചത് അല്ലാഹുവിനെ പോലത്തെ ഇലാഹാണ് എന്ന് അല്ല എന്ന് ഇമാം റാസി വിശദീകരിക്കുന്നില്ലേ? അങ്ങനെ അല്ലാഹുവിനെ പോലത്തെ ഇലാഹുണ്ട് എന്ന് വാദിച്ച ഒരു പടപ്പും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ്. എന്നാൽ അവർ ഇലാഹി എന്ന് പറഞ്ഞത് ഏതർത്ഥത്തില്? അവരുടെ ചില ആരാധനകൾ സമർപ്പിക്കുന്ന ആരാധ്യന്മാർ എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ അല്ലാഹുവിനെ പോലത്തെ ഇലാഹ് എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പൊ അവരുടെ വാദങ്ങളാണ് നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് ശിർക്കുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള മാനദണ്ഡം. അല്ലാതെ ഷിയാക്കൾക്ക് ഇനി ഒരു മുസ്ഹഫ് അലി എന്ന് പറയുന്ന ഒരു മുസ്ഹഫിനെ കാത്തിരിക്കുകയാണ് അവർ. അതുപോലത്തെ മുസ്ഹഫ് നമുക്ക് വരാണ്ടോ? ഇല്ലല്ലോ. മുസ്ഹഫ് ഉസ്മാനിയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ഖുർആൻ പറഞ്ഞ വിശ്വാസം തന്നെയാണ് ഹത്താ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെയുള്ള ഈ ഉമ്മത്തിന്റെ മുന്നിൽ നമുക്ക് സ്ഥാപിക്കാനുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ആ ഖുതുബിയത്തിന്റെ പ്രായം വെറും 300 കൊല്ലമാണ്. അവിടുന്ന് അങ്ങോട്ട് 1200 ചില്ലാനം കൊല്ലം നബിയുടെ ജീവിതത്തിലേക്ക് കടന്നു പോകാനുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു പോകാനുണ്ട്. ഈ പാരമ്പര്യം നിങ്ങൾ പറയൂ അഹ്ലുസുന്നയുടെ പാരമ്പര്യമാണെന്ന് പറയാൻ പറ്റുമോ? ഞാനും എന്റെ സ്വഹാബത്തും നിലകൊണ്ട വഴിയാണ് യഥാർത്ഥ വഴി എന്ന് അറഫയുടെ മണ്ണിൽ വെച്ച് മുത്തുനബി പറഞ്ഞ ഹദീസ് സമസ്തക്കാർക്ക് തർക്കല്ല, മുജാഹിദീങ്ങൾക്ക് തർക്കല്ല, ഈ നാട്ടിലൊരു മുസ്ലിമീങ്ങൾക്കും തർക്കല്ല. എങ്കിൽ ആ 1400 കൊല്ലത്തിലേക്ക് കുത്തുബിയത്തിനെ മുട്ടിക്കാൻ ആർക്ക് കഴിയും? അതിന് പ്രത്യേകത കൽപ്പിക്കുന്നില്ല ഈ ഉമ്മത്ത്? അത് വീട്ടിൽ ഓതിയാൽ ബറക്കത്ത് വരുമെന്ന് പറയുന്നില്ലേ? അത് ചൊല്ലണമെങ്കിൽ കുറെ ഷർത്തുകളില്ലേ? അത് ചൊല്ലണമെങ്കിൽ പല നിബന്ധനകളില്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാരാണ്? ദീൻ ഉണ്ടാക്കാൻ നമ്മൾക്ക് അർഹത തന്നതാരാണ്? കുത്തുബിയത്തിന് 300 കൊല്ലത്തെ പ്രായമാണുള്ളത്. ഈ നാട്ടിൽ പാവപ്പെട്ട സമസ്തക്കാർ ചൊല്ലുന്ന മാലയാണ് മുഹിയുദ്ദീൻ മാല. വെറും 400 കൊല്ലമാണ് അതിന്റെ പ്രായം. ഞാൻ ആത്മാർത്ഥമായി പഠിക്കാൻ വേണ്ടി മാത്രം പറയാൻ, ആരുടെയും വികാരത്തെ നോവിപ്പിക്കാനല്ല പറയുന്നത്. 400 കൊല്ലം മാത്രം മതിയോ ഇസ്ലാമിൽ ഒരു പ്രമാണമായി തെളിയാൻ? അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾ ചൊല്ലുന്ന സ്വലാത്താണ് നാരിയ സ്വലാത്ത്. 600 കൊല്ലത്തെ പ്രായമാണ് അതിനുള്ളത്. 600 കൊല്ലമാണോ സലഫുകളുടെ പ്രായം? അതോ 1400 കൊല്ലമാണോ? നിങ്ങൾ പറയൂ. ആ കാലഘട്ടത്തിലേക്ക് ഈ സ്വലാത്തിനെ മുട്ടിക്കാൻ ആർക്ക് കഴിയും? ഞാൻ അതാ പറഞ്ഞത്, ഞങ്ങൾ അഹ്ലുസുന്നയുടെ വഴിയിലാണ് എന്നൊരു ഉസ്താദ് പ്രസംഗിക്കുമ്പോ അദ്ദേഹം അത് പറയുന്നത് ആത്മാർത്ഥമായിട്ടല്ല എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. എങ്ങനെയാണ് ഇത് 600 കൊല്ലമായാൽ അഹ്ലുസുന്നയുടെ വഴിയാകുമോ? തീർന്നില്ല. ബുർദ എന്ന് പറയുന്ന ഈ സമൂഹത്തിലെ ആളുകൾ ആലപിക്കുന്ന ബൈത്തില്ലേ, ആ ബുർദ ബൈത്തിന്റെ പ്രായം 600 കൊല്ലമാണ്. നമ്മുടെ നാട്ടിൽ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ആഘോഷിക്കുന്ന പല ആഘോഷങ്ങളും 800 കൊല്ലത്തെ പഴക്കം മാത്രമാണ് അതിനുള്ളത്. ഇതിനൊന്നും എന്ന് പറയുന്ന ആ അടിത്തറവാകാൻ, ആ തെളിവ് തെളിയിക്കാൻ ആർക്കും സാധ്യമല്ല. ഇപ്പറഞ്ഞതെല്ലാം പിന്നീട് ദീനിലേക്ക് കടത്തിക്കൂട്ടിയ പുത്തനാചാരങ്ങളാണ്. അപ്പൊ നിങ്ങൾ പറയൂ, മുജാഹിദ് പ്രസ്ഥാനം പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ളത് മാത്രം ചെയ്യുമ്പോൾ
മുജാഹിദുകളെ പുത്തൻവാദികൾ എന്ന ഉസ്താദന്മാർ വിളിക്കുമ്പോൾ പുത്തൻവാദങ്ങൾ മാത്രം കൊണ്ടു നടക്കുന്ന നിങ്ങൾ അഹ്ലുസുന്നയുടെ വഴിയാണെന്ന് പറഞ്ഞാൽ ഇത് വിരോധാഭാസമല്ലേ? ഇത് ചോദിക്കാനാണ് ഈ പ്രോഗ്രാം. ഇതൊക്കെ സത്യമാണെന്നറിഞ്ഞാലും പാവപ്പെട്ട ആളുകളെ കണ്ണിൽ പൊടിയിടാൻ അവർ പറയും ഞങ്ങൾ അഹ്ലുസുന്നയുടെ വഴിയിലാണ്, ഞങ്ങൾ സ്വഹാബത്തിന്റെ വഴിയിലാണ് എന്ന് അത്തരം ആളുകൾ പറയും. ഇവർ വേദി കെട്ടിയാൽ കാര്യമായി സമൂഹത്തോട് പറയാറുള്ളത് എന്താണ്? ഒരു കാര്യം ആരാധനയാകണമെങ്കിൽ സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കണം, സ്വമതീയത്തെ വിശ്വസിക്കണം. കേരളത്തിൽ അറിയപ്പെട്ട പ്രഭാഷകനാണ്, ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ് സുലൈമാൻ സഖാഫി. ആ പണ്ഡിതൻ സമസ്തക്കാരൊക്കെ അവരുടെ വിശ്വാസങ്ങളൊക്കെ ഏതാണ്ട് ഒന്നാണല്ലോ. ആ പണ്ഡിതന്റെ അഹ്ലുസുന്ന എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന പുസ്തകത്തിലും അദ്ദേഹത്തിന്റെ പ്രഭാഷണ വേദിയിലും ഒക്കെ അദ്ദേഹം പറയാറുള്ളത് ഇതാ ഈ മൈക്ക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്. ക്ലിപ്പുകൾ ലഭ്യമാണ്. ഈ മൈക്കയെ ഞാൻ ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ, സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ, സ്വമതീയത്തുണ്ടെന്ന് വിശ്വസിച്ച് തേടിയാലേ ശിർക്കാകുള്ളൂ, അല്ലെങ്കിൽ അതൊരു വെറും വിളി മാത്രമേ ആകുള്ളൂ എന്നാണ്. ആരാണ് ആ ഡെഫിനിഷൻ പറഞ്ഞു തന്നത്? സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ച് വിളിച്ചാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ, ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ. ഈ വിശ്വാസം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് ആരാണ്? നോക്കൂ നിങ്ങൾ, അതിന് തെളിവുണ്ടോ? ഇതിനെതിരല്ലേ പ്രമാണങ്ങൾ പറയുന്നത്? ഈ വിശ്വാസങ്ങളൊന്നുമില്ലാതെ അള്ളാഹുവിന്റെ കഴിവുകൾ സൃഷ്ടികളിലേക്ക് ചാർത്തിയാൽ ശിർക്കാണ് മോനെ. അത് എവിടെ മൗലവി തെളിവ്? വായിക്കൂ നിങ്ങൾ. സ്വഹീഹ് മുസ്ലിം അറിയിക്ക്. ആ സ്വഹീഹ് മുസ്ലിമിൽ മഹാനായ സഹാബിയാണ് അദ്ദേഹം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പറയുകയാണ്, അതേ ലമ്മാ ഖറജ ഇലാ ഹുനൈൻ, ശ്രദ്ധിക്കണേ, പയ്യങ്കിയിലുള്ള സകല മുസ്ലിമീങ്ങളോടും ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഹുനൈനിലേക്ക് ഞങ്ങൾ പ്രവാചകന്റെ കൂടെ പോവുകയാണ്, ഹുനൈനിലേക്ക് ഞങ്ങൾ പ്രവാചകന്റെ കൂടെ പോവുകയാണ്. ആ സമയത്ത് മർറ ബിശജറത്തിൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾ ആരാധിക്കുന്ന ഒരു മരത്തിന്റെ സമീപത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. ആ മരത്തിന്റെ പേര് ആ സഹാബി പറയുകയാണ്, യുഖാലു ലഹാ ദാത്തു അൻവാത്, ദാത്തു അൻവാത് എന്നാണ് മരത്തിന്റെ പേര്. പ്രവാചകന്റെ ഹദീസാണ്. ആ സമയത്ത് ആ സഹാബി പറയുകയാണ്, മക്ക മുശ്രിക്കുകൾ ആ മരം ഉപയോഗിച്ചിരുന്നത് എന്തിനാണ്? യുഅല്ലിഖൂന അലൈഹാ അസ്രിഹതഹും, അവരുടെ വാളുകൾ അവർ അതിൽ തൂക്കിയിട്ടിരുന്നു. പ്രത്യേക ബർക്കത്തുകൾ ആഗ്രഹിച്ചുകൊണ്ട്, പ്രത്യേക ശ്രേഷ്ഠതകൾ ആഗ്രഹിച്ചുകൊണ്ട് ആ മരത്തിൽ അവർ വാളുകൾ തൂക്കിയിട്ടിരുന്നു. ഇത് കണ്ടപ്പോൾ സഹാബികൾ നബിയോട് പറയണം, അതാണ് വിഷയം. അവർ ഇലാഹാക്കിയിട്ടില്ല മരത്തെ, സ്വയം കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടില്ല മരത്തെ, സ്വമതീയത്ത് ആണെന്ന് പറഞ്ഞിട്ടില്ല മരത്തെ. സഹാബത്ത് പറഞ്ഞത് എന്താണ്? യാ റസൂലല്ലാഹ് ഇജ്അൽ ലനാ ദാത്ത അൻവാത് കമാ ലഹും ദാത്തു അൻവാത്, പ്രവാചകരെ, മക്കയിലെ മുശ്രിക്കുകൾക്കുള്ളത് പോലത്തെ ഒരു മരം ഞങ്ങൾക്കും നിങ്ങൾ സ്ഥാപിച്ചു തരുമോ എന്ന് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ എന്താ ചോദിച്ചത്? ഓല വിശ്വാസ പ്രകാരമാണോ നിങ്ങൾ ചോദിക്കണമെന്നാണോ ചോദിച്ചത്? സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്നാ ഞാൻ മാരം അനുവദിച്ചു തരൂല. ഇലാഹാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്നാ മാരം അനുവദിച്ചു തരൂല. സ്വമതീയത്ത് വിശ്വസിക്കുന്നുണ്ടോ? എന്നാ മാരം അനുവദിച്ചു തരൂല എന്നല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു സംസാരവുമില്ല. ശിർക്കിന്റെ ആളുകളെ പ്രവണത കേട്ട ഉടനെ പ്രവാചകന്റെ വാക്ക് ലേ സുബ്ഹാനല്ലാഹ് എന്നാണ്, സുബ്ഹാനല്ലാഹ് എന്നാണ്. ഹാദാ കമാ ഖാല ഖൗമു മൂസ, മൂസാ നബിയുടെ ജനത പറഞ്ഞ സംസാരമാണല്ലോ നിങ്ങൾ ഈ പറയുന്നത്. എന്താ മൂസാ നബിയുടെ സമൂഹം പറഞ്ഞത്? ജുഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, മൂസ അവർക്കുള്ളത് പോലത്തെ ഇലാഹിനെ ഞങ്ങൾക്കും സ്ഥാപിച്ചു തരുമോ എന്നുള്ളത് പോലത്തെ വർത്തമാനമാണല്ലോ നിങ്ങൾ പറഞ്ഞത്. സ്വഹാബികൾ ഇലാഹാക്കിയിട്ടില്ല, സ്വഹാബികൾ സ്വയം കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അവർ സമതീയത്തുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും പ്രവാചകൻ അതിനെ വലിയ ഗൗരവമായിട്ട് എതിർത്ത് മാറി നിൽക്കാനാണ് സ്വഹാബികളോട് പറഞ്ഞത്. ഇമാം തിർമിദിയുടെ ഹദീസിൽ നമ്മൾ ഈ ഹദീസ് വായിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇശാഇന്റെ മുമ്പുള്ള സംസാരം. ഒരു സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്ന് പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത, പ്രവാചകരെ നിങ്ങളും അല്ലാഹുവും ഉദ്ദേശിച്ചാൽ അത് മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ചോദിക്കണം ഉസ്താദന്മാരോട്, ചോദിക്കണം പണ്ഡിതന്മാരോട്, സ്നേഹത്തോടെ തന്നെ ചോദിച്ചാൽ മതി, ആരെയും പ്രയാസപ്പെടുത്തൊന്നും വേണ്ട. എന്താ ചോദിക്കേണ്ടത്? ഉസ്താദെ, ഈ പ്രയോഗത്തിൽ എവിടെയാണ് സഹാബി ഇലാഹാക്കിയത്? എവിടെയാണ് സ്വയം കഴിവുണ്ടെന്ന് പറഞ്ഞത്? ഇല്ല, പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ആ സഹാബിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അജഅൽതനി ലില്ലാഹി അദ്ലാ, നീ എന്നെ അല്ലാഹുവിൽ സമനാക്കുകയാണോ എന്നാണ് ആ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുള്ളത്.
ഇതൊക്കെ കൊടുത്ത കഴിവ് ഇതൊക്കെ അട്ടിമറിച്ച് ഈ പ്രമാണങ്ങളൊക്കെ ഉണ്ടായിട്ട് മറച്ചുവെച്ച് സമൂഹത്തോട് ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ, സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ചാലേ, സ്വമതീയത്ത് വിശ്വസിച്ചാലേ ശിർക്കാകൂ എന്ന് ഈ സമൂഹത്തെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ടെങ്കിൽ അത് ചില നേട്ടങ്ങൾ കൊയ്യാനാണെന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ കഴിയോ? ഈ സമൂഹത്തിലെ സമസ്തക്കാർ വിശ്വസിക്കുന്ന, അവർ കൊണ്ടു നടക്കുന്ന പല സ്ഥാപനങ്ങളും ജാറങ്ങളുടെ സമ്പത്താണ്. നോക്കൂ നിങ്ങൾ, കേരളത്തിൽ അറിയപ്പെട്ട സ്ഥാപനമാണ് ഹുദവികൾ പഠിക്കുന്ന ദാറുൽ ഹുദ എന്ന് പറയുന്ന സ്ഥാപനം. ഹുദവികൾ ഇറങ്ങുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനം ഏത് സമ്പത്തിന്റെ കീഴിലാണ് കൊണ്ടുപോകുന്നത്? മമ്പുറം ജാറത്തിന്റെ ചെലവിലാണ് പോകുന്നത്. നോക്കൂ നിങ്ങൾ, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ പഠിപ്പിച്ച ഒരു കാര്യത്തിന് സമ്പത്ത് ചെലവഴിക്കേണ്ട ആവശ്യം എന്തിനാ? അള്ളാഹുവിനോട് കാര്യം ചോദിക്കാൻ അള്ളാഹ് കൊടുത്തൊരു കഴിവുണ്ടെന്ന് വിചാരിക്കുക, ആ കഴിവിൽ നിന്ന് ചോദിക്കാൻ ഭണ്ഡാരപ്പെട്ടിയിൽ പണമിടുകയോ? അങ്ങനെ ഒരു ഇസ്ലാം ഉണ്ടോ? ഇതൊക്കെ ചൂഷണമാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ ആർക്ക് കഴിയും? അതുകൊണ്ടാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഇവിടെ വേദി കെട്ടിയിട്ട് സമൂഹത്തോട് പറയുന്നത്, സഹോദരങ്ങളെ, ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ വിശ്വാസമാണ്. നീ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ പടച്ചോൻ പൊറുക്കും. പക്ഷെ വിശ്വാസത്തിൽ അപാകത വന്നാൽ, ഫാൾട്ട് വന്നാൽ അത് അല്ലാഹ് പൊറുക്കില്ല. ഇത് തിരിച്ചറിയാൻ, ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഖുർആനിന്റെ സിദ്ധാന്തം, അതാണ് ഹദീസുകളുടെ സിദ്ധാന്തം. ഇത് പഠിച്ചു മുന്നേറാൻ അള്ളാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇശാഇന്റെ മുമ്പ് തൊട്ടടുത്ത പള്ളിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആ ജമാഅത്ത് നിസ്കാരത്തിൽ തടസ്സം വരാത്ത രൂപത്തിൽ താൽക്കാലികമായി ഈ പ്രോഗ്രാം ഇവിടെ നിർത്തിവെക്കുകയാണ്. അവിടെ ജമാഅത്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉടനടി നമ്മുടെ പ്രോഗ്രാം തുടരുന്നതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.